ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടോപ്പിക്സ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രിങ്ങിൻ്റെ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ അതിൻ്റെ മെത്തേഡ്സും ആണ്. സോ നമ്മൾ മുൻപ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോപ്പർട്ടീസ് എന്താണ്, മെത്തേഡ്സ് എന്താണെന്ന്. അപ്പോൾ അത് അറിയാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ മുൻപത്തെ വീഡിയോ പോയി കണ്ട് വരേണ്ടതാണ്. സോ നമുക്ക് ടൈമിൻ്റെ ലിമിറ്റേഷൻ ഉണ്ട്. ഇതിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. സോറി, പ്രോപ്പർട്ടീസിന് എണ്ണം കുറവാണ്, പക്ഷേ മെത്തേഡ്സ് ഒരുപാടുണ്ട്. പക്ഷേ അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളതും കൂടിയാണ്. അതായത് നമ്മൾ ക്വൈറ്റ് നോർമലി നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിൽ ഓപ്പറേഷൻസിന് ഉപയോഗിക്കുന്ന ഒരുപാട് മെത്തേഡ്സ് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാനിത് പ്രീലോഡറായിട്ട് നമ്മൾ കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ഓരോന്നോരോന്ന് എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു പോകും. സോ നമുക്കിതിൽ ആദ്യത്തെ, അതായത് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് 3 പ്രോപ്പർട്ടീസാണ് അതിൽ നിലവിലുള്ളൂ. അതായത് പ്രോപ്പർട്ടീസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പ്രോപ്പർട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തരുന്നൊരു ഡാറ്റ അത് ഇങ്ങനെയാണ് ഇരിക്കണേ, അതിൻ്റെ ഡാറ്റാസ് അതിൽ എന്തൊക്കെയാണുള്ളത്, അതായത് ആ ഒരു ഡാറ്റയുടെ ഒരു ഐഡൻറ്റിറ്റി. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റി പറയാൻ നിങ്ങൾക്ക് എത്ര ഏജ് ഉണ്ട്, നിങ്ങൾക്ക് എത്ര ഹൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് എത്ര വെയിറ്റ് ഉണ്ട്, ഇതൊക്കെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ പ്രോപ്പർട്ടീസ്. സോ അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റ ടൈപ്സിൻ്റെ നമ്മൾ വേരിയബിൾസിൽ ഏതാനും കുഴപ്പമില്ല, ഡാറ്റ ടൈപ്സിൻ്റെ ഒരു പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് ഓരോ ഡാറ്റ ടൈപ്പിലും ഉള്ള അതിൻ്റേതായ പ്രോപ്പർട്ടീസാണ് നമ്മളിതിൽ മെൻഷൻ ചെയ്യുന്നത്. സോ നമുക്കിതിൽ ഫസ്റ്റത്തെ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ. അതായത് ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്ട്രിങ്ങിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉള്ളതാണ് നമ്മുടെ ലെങ്ത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, അതായത് ഈ സ്ട്രിങ് STR എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡാർക്ക് ഫ്ലട്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇതിൽ നമുക്ക് 15 എലമെൻറ്റ്സോളം ഉണ്ട്. അതായത് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 15. ഓക്കെ, ഇതിൽ നമുക്ക് സ്പേസും ഓരോ ക്യാരക്ടറായിട്ട് തന്നെ കൂട്ടാം. സോ ഈ സ്ട്രിങ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി, ഈ സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി 15 ലെങ്ത്താണുള്ളത്. സോ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടാവും ലെങ്ത് ഈസ് ഈക്വൽ ടു 16. സോ ഇതാണ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി. പിന്നെ അതുപോലെ തന്നെയുള്ള പ്രോപ്പർട്ടിയാണ് എം ടി. അതായത് ഡബിൾ കോഡ്സ് ആണ്. അതിൽ ഡാറ്റ ഒന്നുമില്ല. ഇതിൽ നമ്മളിപ്പോൾ ഒരു മെൻഷൻ ചെയ്തിട്ട് നമ്മളിതിൽ ജസ്റ്റ് ഡബിൾ കോഡ്സ് ഇട്ടിട്ടുള്ളൂ. ഇൻ കേസ് ഞാൻ ഒരു വാല്യൂ ആഡ് ചെയ്യണം, അതായത് ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു വാല്യൂ ആഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രൂവിൻ്റെ സ്ഥലത്ത് നമുക്ക് ഫോൾസ് കിട്ടും. ഓക്കെ, നമുക്കിവിടെ ഫോൾസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നിലവിൽ നേരത്തെ നമുക്ക് ട്രൂ ആയിരുന്നു, അത് ഈസ് എം ടി ആയിരുന്നു. ഈ ഈസ് എം ടിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ് ഈസ് നോട്ട് എം ടി. ഓക്കെ, നമുക്കിത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കിത് പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പം നിങ്ങളത് മനസ്സിലാക്കാം. ഇതാണ് ഒരു പ്രോപ്പർട്ടി, ഇത് എം ടി ആണോ അല്ലയോ എന്നുള്ളതാണ്. സോ ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ എം ടി ആണെന്ന് വെച്ചാൽ ഈസ് എം ടി ട്രൂ ആയിട്ട് കാണിക്കും, അല്ല ഈസ് നോട്ട് എം ടി ആണെങ്കിലും അത് ട്രൂ ആയിട്ട് കാണിക്കും. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമുക്ക് കേസ് കൺവേർഷൻ. അതായത് നമുക്കിപ്പോൾ നിലവിലിപ്പോൾ ഒരു അപ്പർ കേസ് ലോവർ കേസ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സോ നമ്മളിപ്പോൾ ലോവർ കേസിലാണ് ഒരു ഡാറ്റ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ അപ്പർ കേസ് ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. സോ നമ്മളിതിൽ കണ്ടപ്പോൾ തന്നെ ഡാർക്ക് ഫ്ലട്ടർ എന്നുള്ളത് നമുക്ക് അപ്പർ കേസ് ഫോർമാറ്റിലുള്ളതായിരിക്കും. എവിടെയാണ്? ഓക്കെ, ഇവിടെ കണ്ടില്ലേ, അപ്പർ കേസ് ഫോർമാറ്റിലാണ് നമ്മൾ പ്രിൻ്റ് അയക്കുന്നത്. ഇൻ കേസ് ഈ സാധനം നോർമലിലാണ്, അതായത് ഇപ്പോൾ ഡി നമുക്ക് നോക്കുകയാണെങ്കിൽ ക്യാപിറ്റലാണ്. സോ ടു ലോവർ കേസിലേക്ക് ഇപ്പോൾ കണ്ടില്ലേ ഡി സ്മോൾ ആയത്. സോ നമുക്കിതുപോലെ തന്നെ നമ്മുടെ എലമെൻറ്റ്സിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ അടിച്ചു വിട്ടു, അതായത് കുറേ ടൈപ്പ് ചെയ്തു. ഇപ്പോൾ ഇൻ കേസ് എനിക്ക് ഇവിടെ ഇപ്പോൾ ഈ കേസ് കൺവേർഷൻ നമുക്കിത് ഫുൾ അപ്പർ കേസ് ആക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തലവേദനയാണ്. സോ നമ്മൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ടു അപ്പർ കേസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് അപ്പർ കേസിലോട്ട് മാറും. സ്പെല്ലിംഗ് തെറ്റുണ്ടാവും. ടു അപ്പർ കേസ്. ഓക്കെ, സോ നമുക്കിതൊരു ക്യാമൽ കേസ് ഫോർമാറ്റാണ് വരുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഞാൻ കൊടുത്തിട്ടുണ്ട് കേസ് കൺവേർഷൻ എന്നുള്ളത്, ഞാൻ അപ്പർ കേസ് ആയി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ ഓക്കെ, കണ്ടില്ലേ കേസ് കൺവേർഷൻ നമുക്കിപ്പോൾ അപ്പർ കേസ് ആയി. നമുക്കിതിൽ എല്ലാ എലമെൻറ്റ്സും നമുക്കിതിൽ സെപ്പറേറ്റ് മാറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു കമാൻഡിലൂടെ നമുക്ക് എന്താക്കാം, ഫുൾ അപ്പർ കേസിലേക്ക് മാറ്റാം. സോ നമുക്കിപ്പോൾ അപ്പർ കേസ് ലോവർ കേസും കഴിഞ്ഞു. പിന്നെ നമുക്കുള്ളത് ട്രിമ്മിങ് ആണ്. സോ ട്രിമ്മിങ് എന്താണെന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും. ഇപ്പോൾ നമ്മളിവിടെ നിലവിൽ കണ്ട പോലെ തന്നെ ഇപ്പോൾ ഈ ഡാർട്ട് ഫ്ലട്ടർ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എന്തുണ്ട്? പാഡിങ് ഉണ്ട്. ആ പാഡിങ് മീൻസ് നമുക്ക് സ്പേസ് ഉണ്ട്. സോ ഈ സ്പേസിനെ ട്രിം ചെയ്ത് കളയാനാണ് നമുക്ക് ഈ ട്രിമ്മിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ. അതായത് ഇപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഓരോ സ്പേസ് എന്ന് പറയുന്നത് ഓരോ ക്യാരക്ടറാണ്. ഓക്കെ, സോ ആ ഒരു സിനാരിയോ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഓരോ സ്പേസിലും നമ്മൾ അത്രയും ഡാറ്റ എടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ നെയിം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു
പാസ്വേഡ് നിങ്ങൾ ഫീഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിലാണ് നിങ്ങൾക്കിപ്പോൾ അറിയാണ്ട് നിങ്ങൾ സ്പേസ് ഇട്ടു, അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്കും സ്പേസ് നമ്മുടെ പോയി കിട്ടും. സോ അതിന് ഒരു സൊല്യൂഷനായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ അപ്പർ കേസ് ട്രിമ്മിങ് യൂസ് ചെയ്യുന്നത്. സോ ഇൻ കേസ് ചില സിനാരിയോസിൽ നമുക്ക് പെൻഡിങ്ങിലോ അത് ഇനീഷ്യലോ നമുക്ക് ട്രിമ്മിങ് സെപ്പറേറ്റ് വെക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് വെക്കുന്ന സിനാരിയോസിൽ നമുക്ക് കണ്ടില്ലേ ട്രിം ലെഫ്റ്റ്, അപ്പോൾ ലെഫ്റ്റിലത്തെ സ്പേസ് നമുക്ക് ട്രിം ആയി കളയും. കണ്ടില്ലേ ഈ ലെഫ്റ്റിൽ സ്പേസ് ഉണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാം സ്പേസ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഇപ്പോൾ ട്രിം റൈറ്റ് എന്ന് വെച്ചാൽ ലെഫ്റ്റിൻ്റെ നേരെ വിപരീതം തന്നെ. സോ ട്രിം റൈറ്റിൽ എന്ന് പറയുമ്പോൾ റൈറ്റിലത്തെ സ്പേസ് കട്ട് ചെയ്ത് കളയും. അതാണ് ട്രിമ്മിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടെയ്ൻ, അതായത് എന്തെങ്കിലും ഒരു വാല്യൂ നമുക്ക് കണ്ടെയ്ൻ അറിയണം എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൊടുക്കേണ്ടതാണ് മെക്കാനിസമാണ് കണ്ടെയ്ൻ എന്ന് പറയുന്നത്. സോ ഡോട്ട് കണ്ടെയ്ൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് വാല്യൂ ആണോ കണ്ടുപിടിക്കേണ്ടത് അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതായത് ഡാർട്ട്. അപ്പോൾ നമുക്ക് വാല്യൂ ട്രൂ കിട്ടും. അതായത് ഡാർട്ട് എന്ന് പറഞ്ഞൊരു വേർഡ് ഇതിനുള്ളിലുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. സോ ഇതിൽ നമുക്കുണ്ട്. ഇപ്പം ഇൻ കേസ് ഇതില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ക്യാറ്റാ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇത് ഫോൾസ് ആയിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് വിത്ത്, ഇപ്പോൾ ഡീലാണോ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രൂ കിട്ടും. ഓക്കെ, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൾസ് കിട്ടും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് എന്തിനാ അത്ര കഷ്ടപ്പെടണം, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. സോ ഇതിൽ നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് നമുക്ക് വഴിയേ വരുന്നുണ്ട്. സോ ലീഡ് കോഡിലേക്കൊക്കെ കടക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ശരിക്കുള്ള യൂസ് കേസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത് മെമ്മറിയിൽ ഫീഡ് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ചെയ്ത് നോക്കി നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ പല ആവർത്തി ചിലപ്പോൾ കാണേണ്ടി വരും ഈ വീഡിയോ തന്നെ. അപ്പോൾ ഓരോ വീഡിയോ നിങ്ങൾ കാണുമ്പോഴും ഓരോ ടൈമിൽ നിങ്ങൾ കാണുമ്പോഴും നിങ്ങളിത് ഫീഡ് ചെയ്ത് വെക്കുക. സോ ഇതൊക്കെ നമുക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആവുന്നു. ഒരിക്കലും നമുക്കിത് മനപ്പാടാക്കി പഠിച്ച് പോകാൻ പറ്റില്ല. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ കണ്ടിട്ടുണ്ട് ജസ്റ്റ് ഇതൊക്കെ എഴുതി വയ്ക്കും, എന്നിട്ട് മനപ്പാടം പഠിക്കാൻ ശ്രമിക്കുക. അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഓക്കെ, നിങ്ങൾ ചെയ്ത് എക്സ്പീരിയൻസ് ആവുക, അപ്പോൾ തന്നെ പഠിക്കും. ഓക്കെ, സോ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. സോ നമുക്കിതുപോലെ തന്നെ സ്റ്റാർട്ടിങ് വിത്ത്, ഈ സ്റ്റാർട്ടിങ് വിത്തിൻ്റെ നേരെ വിപരീതമാണ് എൻഡിങ് വിത്ത്. അതായത് എൻസ് വിത്ത് നമുക്ക് ഇതാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് കിട്ടും. അതായത് ഇപ്പോൾ ഈ സിനാരിയോയിൽ നമുക്ക് കണ്ടില്ലേ സ്പേസ് ഉണ്ട്, സ്പേസ് ഉള്ള കാരണം കൊണ്ട് നമ്മളിവിടെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. സോ ഇൻ കേസ് സ്പേസ് അപ്പോൾ ഇത് രണ്ടും മാച്ചിങ് ആയി വന്നു. അപ്പോൾ അവന് മാച്ചിങ് ആയി വരുന്ന കാരണം നമുക്ക് എന്ത് ചെയ്തു, ട്രൂ കിട്ടിയത്. സോ ഇതാണ് ട്രിമ്മിങ്. പിന്നെ അതുപോലെ തന്നെയുള്ളതാണ് നമുക്ക് ചെക്കിങ് കണ്ടെയ്ൻ കഴിഞ്ഞു. സോ നമുക്കുള്ളതാണ് സബ്സ്ട്രിങ് ആൻഡ് ഇൻഡെക്സിങ്. സോ സബ്സ്ട്രിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ല. അതായത് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതായത് നമ്മൾ ആദ്യം ഡാറ്റ ടൈപ്സിൻ്റെ വേരിയബിൾസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വാല്യൂ ആണ് 0, 1, 2, 3. അപ്പോൾ നമുക്ക് ഈ ഓരോ വാല്യൂ ഇപ്പോൾ നമുക്കിപ്പോൾ ലെങ്ത്ത് നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്തു. ഇപ്പോൾ STR ലെങ്ത്ത് പ്രിൻറ്റ് ചെയ്ത് നമുക്ക് 15 വാല്യൂ കിട്ടി. അതായത് ഇതിപ്പോൾ ജസ്റ്റ് ഒരു ലിസ്റ്റാണ്, അതിൽ 0, 1, 2, 3, 4, 5 അതുപോലെ അങ്ങനത്തെ ഒരു ലിസ്റ്റിലാണ് ഈ വാല്യൂസ് മൊത്തം ഫീഡായിരിക്കുന്നത്. സോ ഇതിനകത്ത് നമുക്കിപ്പോൾ നോക്കാം. ഇപ്പോൾ 2 to 6 കൊടുത്തിട്ടുണ്ട്. അതായത് 2 ഈ സ്പേസ് വിട്ടിട്ട് 2 സ്പേസ്. അപ്പോൾ 0th ഇൻഡെക്സ് കഴിഞ്ഞു, 1, 2. അത് കഴിഞ്ഞതേ രണ്ടാമത്തെ ഇൻഡെക്സ് തൊട്ടിട്ടാണ് കണ്ടില്ലേ 1, 2, 3, 4. ഓക്കെ, അപ്പോൾ 2 തൊട്ട് 6 വരെയുള്ള നമ്പേഴ്സാണ് ഇവിടെ ഫീഡ് അയക്കണത്. അതാണ് നമുക്ക് ഡാർട്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടിയേക്കുന്നത്. സബ്സ്ട്രിങ്ങിങ് ആൻഡ് ഇൻഡെക്സിങ് എവിടെയാണ്? ഓക്കെ, കണ്ടില്ലേ ഡാർട്ട് ഔട്ട്പുട്ട് കിട്ടിയേക്കുന്നത്. സോ പിന്നെ അതുപോലെ തന്നെ സാമ്പിൾ ഡോട്ട് ഇൻഡെക്സ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്. സാമ്പിൾ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളതാണ് ബനാന. ഓക്കെ, സോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയാണ് ഇൻഡെക്സ്. ഓക്കെ, അതായത് നമ്മളൊരു ലെറ്റർ കൊടുത്തു. ഇപ്പോൾ എ കൊടുത്ത കാരണം അത് എന്ത് ഇൻഡെക്സാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് പറഞ്ഞത്. ഇപ്പോൾ ഇൻ കേസ് നമുക്കിവിടെ N കൊടുക്കാം. അത് ആദ്യത്തെ N എവിടെ വരുന്നു എന്നുള്ളതാണ് അതിൽ കണ്ടുപിടിക്കാം കേട്ടോ. സോ സബ്സ്ട്രിങ്ങിങ് ആൻഡ് ഇൻഡെക്സ് ഫൈൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ ഞാൻ N കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കിട്ടിയത്. അതായത് BAN ആണ്ടാ ഈ
വാല്യൂ നമുക്കിവിടെ കണ്ട രണ്ടാമത്തെ ഇൻഡെക്സിലാണ് എൻ കണ്ടെയ്ൻ ചെയ്യുന്നത് എന്നുള്ളത് കിട്ടി. പിന്നെ അതുപോലെ തന്നെ ഇൻഡെക്സ് ലാസ്റ്റ്, അതായത് ഇത് ഫസ്റ്റ് എന്ത് വാല്യൂ ആണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഫീഡ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റിലേക്കുള്ള സംഗതിയാണ് ഇത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും വിചാരിക്കുന്നു. അതായത് ബാക്കിൽ നിന്ന് ഒരു ലെറ്റർ വായിച്ചു കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റത്തെ എ എവിടെയാണ് ഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്, ആ ഇൻഡെക്സ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യുന്നത്. സോ പിന്നെയുള്ളതാണ് നമുക്ക് റീപ്ലേസ് ഓൾ. സോ റീപ്ലേസ് ഓൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എയുടെ സ്ഥാനത്ത് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു നമ്പർ ഫീഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നേരത്തെ ഒക്കെ നമുക്ക് ഓൺലി ഒരു ഇൻപുട്ട് നമുക്ക് കയറ്റിയാൽ മതിയായിരുന്നു. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും 2 ഇൻപുട്ട് നമുക്ക് കയറ്റണം. അതേ സിനാരിയോ തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് ഏത് നമ്പറാണോ കണ്ടുപിടിക്കേണ്ടത് അത് ലെഫ്റ്റ് സൈഡിലും, അത് കണ്ടുപിടിച്ച് റീപ്ലേസ് ചെയ്യേണ്ടത് ഏതാണോ അത് റൈറ്റ് സൈഡിലും മെൻഷൻ ചെയ്യണം. സോ അതാണ് സാമ്പിൾ ഡോട്ട് റീപ്ലേസ് ഓൾ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ റീപ്ലേസ് ഫസ്റ്റ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇൻഡെക്സ് ഓഫ് എന്ന് പറഞ്ഞില്ലേ, അതേ സെയിം സിനാരിയോ തന്നെയാണ് റീപ്ലേസ് ഫസ്റ്റ്. അതായത് ഫസ്റ്റ് അത് കണ്ടുപിടിക്കുന്ന സംഖ്യേനെ എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യും. അതാണ് റീപ്ലേസിൻ്റെ. പിന്നെ വരുന്നത് നമുക്ക് സ്പ്ലിറ്റ് ആൻഡ് ജോയിൻ എന്ന് പറഞ്ഞിട്ടാണ്. സോ ഇൻ കേസ് നമുക്ക് ഇപ്പോൾ STR, അതായത് ഡാർട്ട് ഫ്ലട്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സംഗതിനെ സ്പ്ലിറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അത് ഈ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് എന്ത് വെച്ചിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെ കാണാം, എവിടെയാണ് ഓക്കെ, ഡാർട്ട്, അതായത് ഇവിടെ നിങ്ങൾ സ്പേസ് കണ്ടില്ലേ, ഈ സ്പേസ് ഉള്ളത് വെച്ചിട്ടാണ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്തേക്കണം. ഇൻ കേസ് ഞാൻ ഇവിടെ സ്പേസ് ഇട്ടില്ല എന്ന് വിചാരിക്കുക, അപ്പോൾ സ്പ്ലിറ്റ് ആണോ നോക്കിക്കോളൂ. അപ്പോൾ എല്ലാം സെപ്പറേറ്റ് ആവും, നോക്കിക്കോളൂ. ഓക്കെ, കണ്ടില്ലേ, ഇപ്പോൾ ഒരൊറ്റ ലിസ്റ്റായി, ഒക്കെ സെപ്പറേറ്റ് ആയി. അതായത് ഞാൻ സ്പേസ് ഇട്ടില്ല, അപ്പോൾ ഓരോ സംഖ്യകൾ ഓരോ ലിസ്റ്റിലേക്ക് ഫീഡായി പോയി. കണ്ടില്ലേ, ഇതാണ്. ഇപ്പോൾ നമുക്ക് സ്പേസ് വെച്ചിട്ടാണ് ചെയ്യണമെന്ന് വെച്ചാൽ സ്പേസ് ഇട്ട് നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പേസ് വെച്ചിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കും. സോ ഇതാണ് എന്ത്, സ്പേസ് വെച്ചിട്ടുള്ള സ്പ്ലിറ്റിങ്. അല്ല നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഇൻ കേസ് ഞാനിപ്പോൾ ഇവിടെ ഒരു കോമ കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കോമ കൊടുത്തു ഫ്ലട്ടറിൻ്റെ അവിടെ, എവിടെയാണ് നമ്മുടെ കമാൻഡ്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ കോമയാണ് എനിക്ക് സ്പ്ലിറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കോമ വെച്ചിട്ടത് സ്പ്ലിറ്റ് ആവുന്നതായിരിക്കും. കണ്ടില്ലേ, ഫ്ലട്ടർ എന്നുള്ള ഇവിടെ കോമ, അത് കഴിഞ്ഞ് കോമയുള്ള ഭാഗം തൊട്ടിട്ട് എന്തായി, സ്പ്ലിറ്റായി. സോ ഇതാണ് നമ്മുടെ എന്ത്, സ്പ്ലിറ്റ് വർക്ക് ചെയ്യുന്ന ഒരു രീതി. സോ പിന്നെയുള്ളതാണ് നമുക്ക് ജോയിൻ. ഇൻ കേസ് നമ്മളിത് സ്പ്ലിറ്റ് ചെയ്യിച്ചു, നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണ ഒരുപാട് ആവശ്യങ്ങൾ വരും, സിനാരിയോസ് വരും. ഇൻ കേസ് നമുക്കിപ്പോൾ ഒരു നമ്പർ ഇപ്പോൾ പാലിൻഡ്രോം ആണോ എന്ന് അറിയണം. അതായത് ഇപ്പോൾ മലയാളം എന്ന് പറയുന്നത് ഒരു പാലിൻഡ്രോമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിനെ തിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മലയാളം തന്നെയാണ് വായിക്കാൻ പറ്റുക, അല്ലേ, ഇംഗ്ലീഷിലുള്ള കാര്യമാണ് പറയുന്നത്. സോ അതൊരു പാലിൻഡ്രോമാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വേറൊരു സംഖ്യ എടുക്കുക, ഇപ്പോൾ ലയണൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിൻഡ്രോം അല്ല. ലയണ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കങ്ങനെ ലയൺ തന്നെ വായിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ സിനാരിയോസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ ജോയിൻ ചെയ്യിക്കും. എന്നിട്ട് ഈ ഔട്ട്പുട്ടും ആ ഔട്ട്പുട്ടും സെയിം ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഒരു സാമ്പിൾ പ്രോഗ്രാം നമുക്ക് ചെയ്ത് കാണിച്ചാൽ കേട്ടോ. ഓക്കെ, ഇതൊന്നും എടുത്ത് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ സാമ്പിളിലേക്ക് പോവാം. സോ പിന്നെയുള്ളത് നമുക്ക് പാഡിങ് ലെഫ്റ്റ്, പാഡിങ് റൈറ്റ്. ഓക്കെ, അപ്പോൾ പാഡിങ് ലെഫ്റ്റ്, പാഡിങ് റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാഡിങ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ സ്പേസ് ഇട്ടില്ലേ, ഇപ്പം ഇത് നേരത്തെ നമ്മൾ സ്പേസ് കളയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് എന്തെങ്കിലും ഒരു സംഖ്യ നമുക്ക് റീപ്ലേസ് ചെയ്യണമെന്ന് വെച്ചാൽ എത്ര പാഡിങ് കൊടുക്കണം. ഇപ്പോൾ ചിലത് നമുക്ക് സ്പേസ് കൂടുതൽ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനത്തെ സിനാരിയോസിൽ സ്പേസ് ആഡ് ചെയ്യാൻ വേണ്ടത്, ലെഫ്റ്റിലും റൈറ്റിലും സ്പേസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാഡിങ് ലെഫ്റ്റ്, പാഡിങ് റൈറ്റും കൊടുക്കുന്നത്. സോ പിന്നെയുള്ളതാണ് കോഡ് യൂണിറ്റ് അറ്റ് എന്ന് പറഞ്ഞിട്ട്. ഈ കോഡ് യൂണിറ്റ് അറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെൻഷൻ ചെയ്യുന്ന നമ്പർ ഉണ്ടല്ലോ, ഇതാണ് ഇൻഡെക്സ്. ഓക്കെ, നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ലിസ്റ്റിൽ 1 2 3 4 5 അങ്ങനത്തെ എലമെൻറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ 0th ഇൻഡെക്സിലത്തെ വാല്യൂ ആണ്, അതായത് എയുടെ 0th ഇൻഡെക്സിലുള്ള വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 65ആണ്. അതായത് ഈ 65 ഈ യൂണിറ്റ് കോഡ്സ് ഉണ്ട്. ഈ യൂണിറ്റ് കോഡ്സ് 65 മെൻഷൻ ചെയ്യുന്നത് ആണ്. നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. അതുപോലെ പല നമ്പേഴ്സ് ഉണ്ട് യൂണിറ്റ് കോഡ്സിൽ. ഇപ്പോൾ അതിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഇമോജീസൊക്കെ നമുക്ക് ഫീഡ് ആവും. അങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ കീബോർഡിലുള്ള ഇമോജീസ് ഉണ്ടാവും, അപ്പോൾ അതിനൊക്കെ ഓരോ നമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ സ്മൈലിയുടെ ഒക്കെ ഒരു ഇമോജി കണ്ടിട്ടില്ലേ, അപ്പോൾ അതിന് 55 357 അതിൻ്റെ കോഡ് വരെ യൂണിക്കോഡ്സ്. സോ
അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സംഖ്യ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമോജി കിട്ടും. അത് നിങ്ങളുടെ കീബോർഡിലാകുമ്പോൾ പ്രോപ്പറായിട്ട് കാണിക്കുന്നുണ്ട് ആ ഇമോജിയുടെ പടം വെച്ചത്. അതൊന്നും നിങ്ങൾക്ക് അടിക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത സിനാരിയോസിൽ നമുക്ക് അങ്ങനെ നമുക്ക് അടിക്കാം. പിന്നെ അതുപോലെ തന്നെ കുറേ ആൽഫബറ്റ്സ് ഉണ്ട്, അതൊക്കെ യൂണിക്കോഡ്സിൽ. ഇപ്പോൾ എച്ച്, ഇപ്പോൾ ഹായ് എന്ന് പറയുകയാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ എച്ച് എന്ന് പറയുന്നത് 72 ആയിരിക്കും അതിൻ്റെ യൂണിക്കോഡ്സ്. പിന്നെ ഇപ്പോൾ ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ 105 ആയിരിക്കും അതിൻ്റെ യൂണിക്കോഡ്സ്. സോ അതാണ് ഇതിൽ കാണിച്ചേക്കുന്നത് യൂണിക്കോഡ്സ് എന്താണ് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഹായ് കൊടുക്കുകയാണെങ്കിൽ വെച്ചാൽ 72 5 ലിസ്റ്റായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് കാണാം ലിസ്റ്റായിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വന്നിട്ടുണ്ടാവുക. ഇത്രയും സംഗതി നോക്കിയാൽ മതി. ബാക്കിയുള്ള നമ്മൾ പ്രിൻറ്റ് ചെയ്തേക്കാണ്. പിന്നെ അതുപോലെ റൂയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അത് നമുക്ക് ലിസ്റ്റാക്കി എടുക്കാൻ പറ്റും ഈ സംഗതിയാണ്. അതാണ് ഈ റൂയിൻസും യൂണിക്കോഡ്സും. പിന്നെ അതുപോലെ തന്നെ പിന്നെയുള്ളത് നമുക്ക് കമ്പയർ ഓപ്പറേറ്ററാണ്. അതായത് ഇപ്പോൾ ഒരു എലമെൻറ്റിനെ വേറെ എലമെൻ്റായിട്ട് കമ്പയർ ചെയ്ത് അത് ട്രൂ ആണെങ്കിൽ -1 ഒരുപോലെയാണെന്ന് വെച്ചാൽ 0, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ്, അങ്ങനെ കിട്ടുന്ന സംഗതിയാണ് കമ്പയർ ടു ഒക്കെ നമുക്ക് കോഡിങ് ചെയ്ത് പഠിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ പിന്നെയുള്ളതാണ് നമുക്ക് ഇൻ്റർപൊളേഷൻ നമുക്ക് എമർജൻസി ആയിട്ട് അറിഞ്ഞിരിക്കുന്ന സംഗതി. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഞാൻ ചില സമയത്ത് കേളി ബ്രാക്കറ്റ്സ് ഇങ്ങനെ ഇടുന്നുണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ഒരു ഡോളർ സിമ്പിൾ ഇടുന്നുണ്ടാവും. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇൻ്റർപൊളേഷൻ എന്ന് പറയാം. ഇൻ്റർപൊളേഷൻ നമുക്ക് ഇതുപോലെ 2 രീതിക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ നെയിമാണ് ഇപ്പോൾ ഞാൻ അവിടെ കൊടുത്തേക്കുന്നത് ഷാർ. ഇപ്പോൾ ഇതൊരു വേരിയബിളാണ്. ഓക്കെ, അതായത് സ്ട്രിങ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡാറ്റ നെയിം എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് ഷാരോൺ എന്നൊരു നെയിമാണ് ഇതിൽ ഫീഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ ഒരു വേരിയബിൾ ഇവിടെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇൻ്റർപൊളേഷൻ യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഈ ഇൻ്റർപൊളേഷൻ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഐ നെയിം ഈസ് ഷാരോൺ, ഐ 24 years old എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇൻ ദിസ് കേസ് നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ ഈ നെയിമിൽ ഞാൻ ഇൻ്റർപൊളേഷൻ ഇട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ നെയിം ഈസ് നെയിം ആൻഡ് മൈ ഏജ് ഇയേഴ്സ് ഓൾഡ് എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, അതിനാണ് ഈ ഇൻ്റർപൊളേഷൻ. അതായത് ആ വേരിയബിളിൻ്റെ ഉള്ളിൽ വേരിയബിൾ ആണെന്നുള്ളതും ആ വേരിയബിളിൻ്റെ ഉള്ളിൽ ഡാറ്റയുണ്ട്, അത് ഈ സ്ട്രിങ്ങിൽ കൂടെ പ്രിൻ്റ് ചെയ്യിക്കണം എന്ന് നമുക്ക് മെൻഷൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡോളർ സിമ്പിൾ നമുക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലത്തുള്ളതാണ് റിപ്പീറ്റ്. അപ്പോൾ ഇൻ കേസ് നമുക്ക് റിപ്പീറ്റഡ് ഓൾ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്കതിൽ എന്തിനെ റിപ്ലേസ് ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മൾ ഇതിൽ കൊടുത്തിട്ടില്ല, ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ്, ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് ഈ സ്പേസ് വരുന്ന സ്ഥലത്ത് നമ്മൾ ഈ സ്പേസ് കളഞ്ഞ് അതിനെ ഇൻറ്റു 3 സൈഡിൽ നമുക്ക് ഇതാണ്. അപ്പോൾ എന്നുള്ളത് ഇപ്പോൾ സ്പേസ് ഇല്ലാണ്ട് 3 ആയിട്ട് വരും. കണ്ടില്ലേ, ഇതൊക്കെ നിങ്ങൾ കോഡ് ചെയ്ത് നോക്കുക. ഡാർക്ക് പാഡാണ്, ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട, ജസ്റ്റ് ഗൂഗിളിൽ കയറാം, ഡാർക്ക് പാഡ് സെർച്ച് ചെയ്യുക, അതിൽ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ റിപ്പീറ്റ് 3 എന്ന് വെച്ചാൽ നമുക്ക് അറിയാലോ, ഇതിപ്പോൾ റീപ്ലേസ് ഓൾ ഇല്ലാണ്ട് യൂസ് ചെയ്യുന്നതാണ് റിപ്പീറ്റ് 3. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മെത്തേഡ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഒറ്റ ലൈനിൽ പറയുകയാണെങ്കിൽ.